പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം എൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അതേ, അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ശബ്ദം അതിഗംഭീരനാദത്തോടെ ലോകത്തിൻ്റെ 7 വൻകരകളിലും ഗ്രാമാന്തരങ്ങളിൽ ഈ വചനം മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ വചനം വിളിച്ചു പറയുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൂരത്തും ചാരത്തുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കടൽ കാണുവാൻ വന്ന് ഉല്ലാസത്തിൻ്റെ തിമിർപ്പിൽ മദ്യവും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ടവർ, അങ്ങനെ വിവിധ സാഗരിലൂടെ വന്നിരിക്കുന്നവർ ഈ കടൽക്കരയിലുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, കാലം ഇനി അധികമില്ല, നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള സമയത്തെ ദൈവം തന്നിരിക്കുക. അതിനെ നീ വ്യർത്ഥമായി കളയാതെ ലഭിച്ച സമയം ഈ ലോകത്തിൻ്റെ ആറാട്ടുകളിൽ നീ മുഴുകി വീഴാതെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ, മദ്യഷാപ്പുകൾ പെരുകി, ബീവറേജുകൾ പെരുകി, അങ്ങനെ അധാർമികതയും ലഹരി പദാർത്ഥങ്ങൾ എല്ലാം മുക്കിനും മൂലയിലും പെട്ടിക്കടകൾ വരെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ തന്നെ തകർന്നുകൊണ്ടിരിക്കുക. കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭാര്യ ഭർത്താക്കന്മാർ കലഹിക്കുന്നു, ജീവിതം തകർന്ന് താറുമാറായി, മക്കൾ പറഞ്ഞാൽ അനുസരിക്കാതെ, എവിടെയും പ്രശ്നങ്ങൾ മാത്രം. രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും തമ്മിലടിച്ചും കലഹിച്ചും തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, വർഗീയത വളർത്തിയും മനുഷ്യൻ സ്വയം നശിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിൻ്റെ ആയുസ് എത്രയെന്ന് നിനക്കറിയത്തില്ല. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ശ്വാസം അത്രേ. പെരുവഴി ഇറങ്ങി നടക്കുവാനോ പട്ടണങ്ങൾ കൂടെ യാത്ര ചെയ്യുവാനോ കഴിയത്തില്ല. എപ്പോഴും ജീവൻ അപകടത്തിലായ ഒരു സന്ദർഭവും. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഏത് സമയത്ത് നിൻ്റെ ജീവൻ അപകടത്തിലാണ്. സമാധാനമുണ്ടോ നിൻ്റെ ജീവിതത്തിൽ? സന്തോഷമുണ്ടോ? നീ സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നീ പാപത്തിനടിമയായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ നിൻ്റെ പാപ ശരീരത്തെ വിട്ട് നീ മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ, അവനെ രക്ഷകനായി സ്വീകരിക്കുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും മാറി, ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളും മാറി, കർത്താവ് നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. തകർന്നു കിടക്കുന്നതിൻ്റെ ജീവിതത്തെ പണിയുവാൻ യേശുവിന് കഴിയും. നീ മദ്യപാനത്തിന് അടിമയായി ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് അടിമയായി ജീവിക്കുന്ന വ്യക്തിയാണോ? ഈ ലോകത്തിൻ്റെതായ പാപ സ്വഭാവങ്ങളിൽ വീണ് കിടക്കുകയാണോ? കയറുവാൻ കഴിയാതെ പാപത്തിൻ്റെ ആഴത്തിൽ വീണ് കിടക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ നിൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി നിന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുവാൻ, മകളാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഇന്നേക്ക് 2025 വർഷം മുമ്പ് മാനകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അന്നുള്ള യാതൊരു തന്ത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും വേദങ്ങൾക്കും അന്നുണ്ടായിരുന്ന ഒരു മതത്തിനും സകല ജനത്തിനും കഴിയാതിരുന്നപ്പോൾ പിതാവ് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി കാരിരുമ്പാണിയാൽ തറയപ്പെട്ടു, തലയിൽ മുൾക്കിരീടമടി ഇറക്കപ്പെട്ടു, വിലാപ്പുറം കുത്തി തുറന്ന് അവസാന തുള്ളി രക്തം വരെയും തന്ന് പാപത്തിന് പരിഹാരം തന്ന യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നെങ്കിൽ നിൻ്റെ എല്ലാ പാപങ്ങളെയും കർത്താവ് വെടിപ്പാക്കി നിന്നെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നുണ്ട്, തൻ്റെ കർത്താവ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. പാപത്തെ നീ ഏറ്റുപറ, വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവരായിരിക്കാം, ഒരുപക്ഷെ ഉല്ലാസത്തിന് വേണ്ടി വന്നവരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. എത്രമാത്രം കൊടിയ പാപത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത്. ഇന്ന് പകൽ ആ പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. ദൂരത്തും ചാരത്തുമായി ദൈവത്തിന് ശ്രമിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എൻ്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹിമ പോലെ വെളുപ്പിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ടെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം കൂടെ വായിച്ചാൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എൻ്റെ ജീവിതം തകർത്ത് കളയാതെ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നിൻ്റെ ആയുസ്സിൻ്റെ ആമേലിയ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ പര്യവസാന നാളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്നുവെങ്കിൽ സമാധാനം ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരും. ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിലകപ്പെട്ട് നിത്യജീവനെ നഷ്ടപ്പെടുത്തി മരണാനന്തരം നിത്യമായ നരകത്തിലേക്ക് പോകാതെ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് സ്വർഗീയ പർദീസയിൽ കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാമോ? ഈ ലോകത്തിൽ നിലനിൽക്കുന്ന സന്തോഷമില്ല, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ആനന്ദമില്ല, സമാധാനമില്ല, എല്ലാം താൽക്കാലികമാണ്. എന്നാൽ കോടാനുകോടി യുഗം സ്വർഗീയ സന്തോഷം ആസ്വദിക്കണമെങ്കിൽ, ആ സ്വർഗീയ പർദീസയിൽ എത്തണമെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളെ വിട്ടുവരണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു അതുതന്നെയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ കർത്താവായ യേശുവിന് ഹൃദയം കൊടുക്കുന്നു, നിനക്ക് നിത്യജീവൻ നൽകും. നിൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, എൻ്റെ പാപത്തിന് പരിഹാരമായി അങ്ങ് ക്രൂശിൽ മരിച്ചു. അങ്ങൻ്റെ രക്ഷകനായ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി ആ ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകി വെടിപ്പാക്കിയെടുക്കണം. അവിടുന്ന് എന്നെ ശുദ്ധീകരിച്ചതിനായി, അവിടുന്ന് എൻ്റെ മകളായി, അവിടുന്ന് അങ്ങയുടെ മകളായി എന്നെ സ്വീകരിച്ചതിനായി സ്തോത്രം. അങ്ങ് പിതാവായി എന്നിൽ വസിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.